ഹായ്, ഇനി നമുക്കൊരു ക്രഞ്ചി കൊഞ്ചുണ്ടാക്കിയാലോ? എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്നാക്കാണ് ഇത്. എയർ ഫ്രയർ ആയിട്ടുള്ളൊരു ഡിഷാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം നമുക്ക്. ആദ്യമായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചാണ്. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 10 മീഡിയം സൈസ് പ്രോൺസ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അരമണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ച പ്രോൺസ്, 2 മുട്ട ബീറ്റ് ചെയ്തത്, 1 കപ്പ് ബ്രെഡ് ക്രംസ്, ഇതിന് ഒരു അര കപ്പ് തേങ്ങ ഗ്രേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്, 1 കപ്പ് മൈദപ്പൊടി. ഈ മൈദപ്പൊടിയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളകും ഉപ്പുപൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് മൈദപ്പൊടിയിലൊന്ന് കവർ ചെയ്തിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിൽ മുക്കിയെടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞ് എടുക്കാം. എൻ്റെ മോളും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇതുപോലെ ഓരോ കൊഞ്ചും ഇതുപോലെ മുക്കിയെടുത്ത് റെഡിയാക്കി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊരു വെളിച്ചെണ്ണ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 2 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എയർ ഫ്രയർ. ഇനി നമുക്ക് ഓരോ കൊഞ്ചാറ്റ് എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ 10 മിനിറ്റാണ് ഞാനത് സെറ്റ് ചെയ്തത്. 5 മിനിറ്റ് ഒരു സൈഡ് വേവിച്ചിട്ട് നമുക്കൊന്ന് മറിച്ചിട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ഇത് നമുക്ക് മിൻറ്റ് ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.